മാംസാഹാരം മൃതമാണ്, സസ്യാഹാരം അമൃതമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ശരീരം, രക്തം, ബുദ്ധി, ചിത്തം, മനസ്സ്, രേതസ് ഒക്കെയായി മാറുന്നത്. അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം സാത്വികമായിരിക്കണം എന്ന് ആചാര്യന്മാർ പറയുന്നു. ഒരു ചെടിയിൽ നിന്ന് നമ്മൾ ഒരു ഭാഗം അടർത്തിയെടുത്താലും അത് വീണ്ടും മുളച്ചു വരും. ജീവൻ്റെ സാന്നിധ്യമാണ് ഇത് കാണിക്കുന്നത്. എന്നാൽ ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റിയാൽ പുതിയതായി മുളച്ചു വരുന്നില്ല. അപ്പോൾ മാംസാഹാരം മൃതമാണ്, സസ്യാഹാരം അമൃതമാണ് എന്ന് തിരിച്ചറിയണം. ഒരു മരണം നടന്നാൽ കഴിയുന്നതും വേഗം അത് കത്തിച്ചു കളയുന്ന മനുഷ്യൻ തൻ്റെ വയറ് ശവപ്പറമ്പാക്കി മാറ്റുന്നു. മറ്റു ജീവികളുടെ മൃതശരീരം തൻ്റെ ഉള്ളിൽ ചുമന്നു നടക്കുന്നു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് മാംസാഹാരം കൂടുതൽ ഉപയോഗിക്കുന്നത് മലയാളികളാണ്. രാവിലെ മുതൽ മാംസം വിളമ്പുന്ന വീടുകൾ സർവ്വസാധാരണമായിരിക്കുന്നു. വീട്ടിൽ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും കൂട്ടുകാരുടെ സ്വാധീനത്താൽ പലരും വഴിമാറിപ്പോകുന്നു. അപ്പോൾ സമൂഹം ഒന്നാകെ ബോധവാനാക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു. ഭഗവാന്റെ സൃഷ്ടികൾ തന്നെയാണ് ബലം കുറഞ്ഞ മറ്റു ജീവികളും. അവയെ ഉപദ്രവിക്കാനോ കൊന്നു തിന്നാനോ ഒന്നും മനുഷ്യന് അവകാശമില്ല. തൻ്റെ കൂടെ ഇന്നലെ ഉറങ്ങിയ കൂട്ടുകാരനെ വെട്ടിമുറിക്കുന്നത് കണ്ടു നിൽക്കേണ്ട അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ആ ജീവിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഭയം ചീത്ത ഹോർമോണുകളെ ഉണ്ടാക്കുന്നു. ഇത് വിഷമയമാണ്. ചെറുപ്പക്കാരെ പോലും സ്ഥിരമായി രോഗികളാക്കുന്ന മാംസാഹാര ശീലം ഉപേക്ഷിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. പദാർത്ഥശുദ്ധി, പാത്രശുദ്ധി, പാകശുദ്ധി ഇങ്ങനെ 3 തരം ശുദ്ധി വേണം നാം കഴിക്കുന്ന ഭക്ഷണത്തിന് എന്ന് പറയപ്പെടുന്നു. പദാർത്ഥശുദ്ധി: നാം സത്യസന്ധമായി അധ്വാനിച്ചുണ്ടാക്കുന്ന വസ്തുക്കൾ വേണം പാചകത്തിന് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ആ അന്നം മലിനമാകുന്നു. പാത്രശുദ്ധി: വൃത്തിയായ പാത്രങ്ങൾ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഭക്ഷണം ഉപയോഗശൂന്യമാകും. പണ്ടുകാലത്ത് ചെമ്പ്, ഇരുമ്പ് തുടങ്ങിയ പാത്രങ്ങളിൽ പാകം ചെയ്തിരുന്നത് കൊണ്ട് ആ ഇരുമ്പിൻ്റെ അംശവും ചെമ്പിൻ്റെ അംശവും ശരീരത്തിന് വേണ്ടുവോളം കിട്ടിയിരുന്നു. ഇന്ന് ഉപയോഗിക്കുന്ന കോട്ടിംഗ് ഉള്ള പാത്രങ്ങൾ ആഹാരത്തെ വിഷമാക്കുന്നു. അതുകൊണ്ട് കോട്ടിംഗ് ഇളകിയ പാത്രങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നു. പാകശുദ്ധി: ഇനി വരുന്നത് പാകം ചെയ്യുന്ന ആളിൻ്റെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നാണ്. അമ്മമാർ സ്വന്തം കുട്ടിയുടെ അഭിവൃദ്ധി ആഗ്രഹിച്ചുകൊണ്ട് പാകം ചെയ്യുന്നത് പോലെ ആകില്ല ജോലിക്കാരി ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിവതും അമ്മയോ വീട്ടിലെ മറ്റംഗങ്ങളോ തന്നെ പാചകം ചെയ്യണം എന്ന് ആചാര്യന്മാർ പറയുന്നു. നാമം ജപിച്ചുകൊണ്ടോ ഭജന പാടിക്കൊണ്ടോ പാകം ചെയ്താൽ അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ടാകുന്നു. അന്നം പ്രസാദമായി ഭവിക്കുന്നു. ഇതിനൊരു കഥ പറയുന്നത്, ഒരിക്കൽ രാജകൊട്ടാരത്തിൽ സദ്യ വിളമ്പിക്കഴിഞ്ഞ് നോക്കുമ്പോൾ രാജാവിൻ്റെ സ്വർണ്ണ തളിക മോഷണം പോയി. അവസാനം അത് രാജഗുരുവിൻ്റെ പക്കൽ നിന്ന് കണ്ടെടുത്തു. സത്യസന്ധനായ തൻ്റെ ഗുരുവിനോട് തന്നെ രാജാവ് ഇക്കാര്യം അന്വേഷിച്ചു. അന്ന് പാചകം ചെയ്തത് ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു കള്ളനും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. കള്ളൻ പാകം ചെയ്ത ആഹാരം കഴിച്ചപ്പോൾ ഗുരുവിനും കള്ളൻ്റെ വാസന വന്നതായി ഗുരു ഉപദേശിച്ചു. നമ്മുടെ മക്കൾ സത്യസന്ധരായി വളരാൻ നമ്മൾ തന്നെ പാകം ചെയ്യണം എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭഗവത്ഗീതയും 17:10 ഭക്ഷണത്തിൻ്റെ ശുദ്ധിയെപ്പറ്റി പറയുന്നുണ്ട്. യാതയാമം ഗതരസം പൂതി പര്യുഷിതം ചയത് ഉച്ഛിഷ്ടമഭിചാമേത്യം ഭോജനം താമസപ്രിയം. പാകം ചെയ്ത് ഒരുപാട് സമയം കഴിഞ്ഞത്. ഭഗവത്ഗീത പറയുന്നു 3 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം കഴിച്ചുകൂടാ എന്നാണ്. അരുചിയുള്ളതും ചീഞ്ഞതും ഉച്ഛിഷ്ടവുമായ ഭക്ഷണം ഉപേക്ഷിക്കണമെന്ന് ഭഗവത്ഗീത ഉപദേശിക്കുന്നു. അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നവർ താമസ സ്വഭാവമുള്ളവരായി ഭവിക്കുന്നു. എപ്പോഴും ഉറക്കവും അലസതയും വിഷാദവുമാണ് താമസ ലക്ഷണം. നമ്മുടെ ദന്തഘടന നോക്കിയാലും മാംസം കഴിക്കാനുള്ള അനുകൂലനങ്ങൾ അല്ല നമുക്കുള്ളത്. വരും ജന്മങ്ങളിൽ ഈ കൊന്നു തിന്നതിൻ്റെ പാപം നാം അനുഭവിച്ച് തന്നെ തീർക്കണം. അതാണ് കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജീവിയെ കൊല്ലുന്ന പാപം അത് ഭക്ഷിച്ചാൽ തീരും എന്നല്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ.